വയലാർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 4 നാൾ നീണ്ടു നിൽക്കുന്ന രാമായണ സത്രത്തിന് തുടക്കമായി. സത്രത്തിന്റെ 2ാം ദിനമായ ഇന്ന് വിഷ്ണു സഹസ്രനാമജപം, ആചാര്യൻ ഡോക്ടർ നാരായണ ഭട്ടതിരിയുടെ രാമായണ പാരായണം, പ്രഭാഷണം, ഭജന എന്നിവ നടന്നു. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം അപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് രാമായണത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്നത്. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും രാമായണ പാരായണം, പ്രഭാഷണങ്ങൾ, ആത്മീയ ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കുന്ന വിശേഷപ്പെട്ട ഒരു വലിയ യജ്ഞമാണ് രാമായണ സത്രം. ഇത് കൂട്ടായ്മയിലൂടെ രാമായണത്തിന്റെ ആശയങ്ങളും മൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. രാമായണ സത്രം ആഗസ്റ്റ് 9 സമാപിക്കും. വളരെ വലുതായിട്ടുള്ള ഒരു ഗോളം, വളരെ സ്വർണത്തെ പോലെ തിളങ്ങുന്ന ഒരു ഗോളം കണ്ടിട്ട് ദേവാവതി വെച്ചു, തന്റെ പതിയോട് വെച്ചു, ഇതെന്താണ് ആ കാണുന്നത്? നല്ല സ്വർണം പോലെ തിളങ്ങുന്നുണ്ടല്ലോ, ആ ഗോളാകൃതിയിലുള്ള എന്താണ് വസ്തു എന്ന് ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ. നമ്മുടെ ആചാര്യന്മാര് അന്ന് തൊട്ട് തന്നെ പൗരാണിക കാലഘട്ടത്തിൽ തന്നെ ഭൂമി ഉരുണ്ടതാണ്. ആ ഭൂമിയില് സൂര്യപ്രകാശമേറ്റുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയെ വീക്ഷിക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് അനുഭവമുള്ളതാണ്. സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്നു. കാരണം i4 ന്യൂസ്, ഏറ്റുമാനൂർ.